ദാറുൽ ഉലൂമിൽ വന്നപ്പോഴാണ് നമ്മൾ ആരാ പരിചയപ്പെടുന്നത്? ബഷീർ അഹമ്മദ് ഖാനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അവൻ്റെ വീടിനടുത്ത് നല്ല ഒരു എന്തുണ്ട്, പിന്നെ കുളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് നമുക്ക് തോന്നിയത് വരുന്ന വഴിയിൽ എൻ്റെ വീട്ടിലൊന്ന് കയറാം. ഞാൻ അവൻ്റെ വീട്ടിൽ കയറിയപ്പോഴുള്ള മനോഹരമായ ഒരു അവസ്ഥയാണിത്. തനി കാശ്മീരി ഗ്രാമീണ മായിട്ടുള്ള ഒരു വീടാണിത്. മനോഹരമായ വീട്, മണ്ണുകൾ കൊണ്ട് മനോഹരമായിട്ട് മണ്ണുകൾ കൊണ്ട് ചെയ്ത ഒരു വീട്. ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ ചെന്ന് നോക്കി, അത്രയും മനോഹരമായ ഒരു വീട്. നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ വീട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? സത്യം, നമ്മള് ദാറുൽ ഉലൂമിൽ വന്ന് അവിടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകാന്നുള്ളതാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സനൂപ് ഭായി നമ്മൾ ഒരുപാട് ഗൈഡ് ചെയ്തു. കൂട്ടത്തിൽ അദ്ദേഹം ഇവരെ പരിചയപ്പെടുത്തി തരുന്നത്. എന്തായാലും ഇവിടേക്ക് കയറി വന്നത് തന്നെ ഒരുപാട്, എത്ര ഹൈറ്റ് നമുക്ക് പറയാൻ പറ്റൂല. അവർ അത്രയും നടന്ന് ഇവിടെ വന്നു. അവസാനം ഒരു ചെറിയ വീടാണെങ്കിലും ഇവിടുത്തെ ആതിഥ്യ മര്യാദ കണ്ടിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചു പോയി. ഇത്രയും ചെറിയ സെറ്റപ്പും കാര്യമാണെങ്കിലും അവരുടെ മനസ്സ് നമ്മളെ മനസ്സിനേക്കാൾ ഒരുപാട് വലിയ ഫീൽ കിട്ടി. അതാണ് ഒരു സംഭവം. ഒരു കാലി വെള്ളമാണ് തന്നെ, പക്ഷെ അതില് എന്തുണ്ട്, നിറഞ്ഞ സ്നേഹമുണ്ട്. അതാണ് നമ്മള് പല വീഡിയോയിൽ ഇത്തരം ചെറിയ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ലൈഫിൽ റിയൽ ആയിട്ട് അനുഭവിക്കുന്നു ഇപ്പോഴാണ്. ശരിക്കും പറഞ്ഞാല് ഭയങ്കര എമോഷൻ ആവുന്നുണ്ട്. കാരണം നമുക്ക് പല പരാതികളാ, ഇതിനേക്കാൾ വലിയ വീടുകളാണ് നമ്മള്. പക്ഷെ നമ്മളെ പരാതികളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. ചെറിയ തേപ്പ് കഴിയാത്തതൊക്കെ ക്ലീൻ ആൻഡ് ക്രിസ്പി. സനൂപ് ഇവിടെ ജോലി ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ടോ മുമ്പ്? ഇതല്ല, ഇത്തരത്തിലുള്ള രീതിയിൽ വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ ഇടയിൽ യാത്ര ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ടീമുണ്ട്. അവരുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തന്നെ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഉള്ള വീഡിയോ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ കുട്ടിക്ക് ഒരു മനസ്സമാധാനം. അവർ സോഫ ഇട്ട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മളെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കി പറയും. പക്ഷെ ഇവിടെ നമ്മൾ സീറ്റ് തയ്യാത്തപ്പം വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ പുതപ്പ് വിരിച്ച് സെറ്റപ്പ് ആക്കി അവർക്കുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മള് മാക്സിമം മനസ്സിന്റെ വിശാലത നമുക്ക് ഇവിടെ കൂടുതൽ നമ്മളിതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ ജസ്റ്റ് ക്യാമറ ഒന്ന് അങ്ങോട്ട് നീക്കി വെക്കും. നമുക്ക് വേണ്ടി എന്തൊക്കെയാ തയ്യാറാക്കുന്നത്? ആടെ അടുപ്പുണ്ട്, നമുക്കുള്ള ഫുഡ് തയ്യാറാക്കി. അതിന്റെ അപ്പുറം ഉമ്മ ഉണ്ട്, ഓനുണ്ട്, ഓന്റെ പിന്നെ ബാപ്പ ഉണ്ട്, കുഞ്ഞു മോനുണ്ട്, ദേവിയുണ്ട്. ഇവരെല്ലാവരും നമ്മളെ എന്താ പറയാ അകമഴിഞ്ഞ് സ്നേഹിക്കും. കശ്മീരിയോട് ഭയങ്കര ആതിഥ്യ മര്യാദ ഉള്ളവരാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിക്കും നമ്മള് അനുഭവിച്ചെന്നുള്ളതാണ്. ഭയങ്കര ഫീൽ. ഇന്ന് പരിചയപ്പെട്ട ആളാണ്. പറഞ്ഞ നിമിഷത്തെ പരിചയം മാത്രം. നമ്മള് ഗ്രാമത്തിലൂടെ നടക്കുമ്പോ ഒരുപാട് കാണുന്ന ആളുകളൊക്കെ കണക്കായ ചായ കുടിച്ചോ നമ്മൾ ചോദിക്കുക. അവരതല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാന്നുള്ള രീതിയിലാണ്. അത്രയും എന്റെ ഏറ്റവും വലിയ സ്വപ്നമുണ്ട്,